ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. കുവൈറ്റിലെ ദുരന്തമുഖത്തേക്കുള്ള മന്ത്രി വീണ ജോർജിന്റെ യാത്ര മുടങ്ങി. കേന്ദ്ര സർക്കാർ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകിയില്ലെന്നാണ് മന്ത്രി അറിയിക്കുന്നത്. വിമാനത്താവളത്തിൽ തുടരുകയാണ് എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, യാത്രയ്ക്ക് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. യാത്രയ്ക്ക് മുമ്പ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ വിമാനത്താവളത്തിന് പുറത്ത് കണ്ടു. അതിനുശേഷം നമ്മൾ അറിയുന്നത് മന്ത്രി വിമാനത്താവളത്തിൽ തുടരുന്നുവെന്നാണ്. പിന്നീട് യാത്ര റദ്ദാക്കിയെന്ന് അറിയുന്നു. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് ശ്യാം? വിജയകുമാർ, കേരള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് കുവൈറ്റിലേക്ക് പോകുന്നതിന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗവും നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പുറപ്പെടാനായി ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. വൈകിട്ട് 7:40 മന്ത്രി ഇവിടെ എത്തുകയും കുവൈറ്റിലേക്ക് പുറപ്പെടുന്നതിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. പിന്നീട് മന്ത്രി വിമാനത്താവളത്തിലേക്ക് കയറുകയും ചെയ്തിരുന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷമാണ് മന്ത്രിയെ സെൻട്രൽ IB ഉദ്യോഗസ്ഥർ യാത്ര നടത്താൻ സാധിക്കില്ല എന്നുള്ള വിവരം അറിയിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നത്. കേന്ദ്ര അനുമതി, പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിയുടെ യാത്രയ്ക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണമായി ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചത്. ഇതോടുകൂടിയിട്ടാണ് മന്ത്രിയെ നമ്മൾ ബന്ധപ്പെടുന്നത്. ഈ സമയത്ത് തന്റെ യാത്ര ഇത്തരത്തിൽ തടയപ്പെട്ടു എന്നും താൻ വിമാനത്താവളത്തിൽ തുടരുന്നുണ്ട് എന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് മന്ത്രി കുവൈറ്റിലേക്ക് പോകാനിരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലുള്ള സാഹചര്യത്തിൽ ഒരു സംസ്ഥാന പ്രതിനിധി എത്തേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് വീണ ജോർജിന്റെ യാത്ര തടഞ്ഞതെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും മന്ത്രി ഇപ്പോൾ വിമാനത്താവളത്തിലുണ്ട്. 23 മലയാളികളാണ് കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. അവരുടെ മൃതദേഹം കൊണ്ടുവരുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് മന്ത്രി കുവൈറ്റിലേക്ക് പുറപ്പെട്ടിരുന്നത്. പക്ഷേ ആ യാത്രയാണ് ഇപ്പോൾ അവസാന നിമിഷം കേന്ദ്ര പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭ്യമായിട്ടില്ല എന്ന കാരണത്താൽ ഇപ്പോൾ തടയപ്പെട്ടിരിക്കുന്നത്. ശ്യാം, ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമല്ലല്ലോ അല്ലേ? ഏത് സാഹചര്യത്തിലാണ് സംസ്ഥാന മന്ത്രിക്ക് ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ അപകടത്തിൽപ്പെട്ട ഒരു സ്റ്റേറ്റ് കേരളമാണ്. അവിടെ പരിക്കേറ്റും ചിലർ ചികിത്സയിലുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ആരോഗ്യമന്ത്രി അങ്ങോട്ട് പോകാൻ സംസ്ഥാന മന്ത്രിസഭ ഇന്ന് പ്രത്യേകം ചേർന്ന് ആരോഗ്യമന്ത്രിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അത്തരമൊരു യാത്രയ്ക്ക് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകുന്നില്ല എന്നതിൽ എന്തെങ്കിലും ഒരു വിശദീകരണം ഈ ഘട്ടത്തിൽ അനൗദ്യോഗികമായിട്ടാണെങ്കിലും ലഭ്യമാണോ? ഇക്കാര്യത്തിൽ വിശദീകരണങ്ങൾ, ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രി അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇന്ത്യയുടെ പ്രതിനിധിയായി കുവൈറ്റിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു സംസ്ഥാന പ്രതിനിധി അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് യാത്രാനുമതി റദ്ദാക്കപ്പെടുന്നത്, യാത്രാനുമതി നിഷേധിക്കപ്പെടുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തിന്റെ പ്രതിനിധിയെ നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ 23 പേർ മരിച്ചത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചത്. ആ യാത്രയാണ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. അതിന് കേന്ദ്ര അനുമതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളൊരു കാരണം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. മറ്റു കാര്യങ്ങളെ കുറിച്ച് മന്ത്രിക്ക് വട്ടമാകും വിശദീകരിക്കാൻ കഴിയുക. കൂടുതൽ എന്തൊക്കെ അറിയിപ്പാണ് മന്ത്രിക്ക് ലഭ്യമായിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ. വിജയകുമാർ. യെസ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് എയർപോർട്ട് ലോഞ്ചിൽ തുടരുകയാണ്. യാത്രാനുമതി ഇല്ല എന്ന വിവരം ഔദ്യോഗികമായി മന്ത്രിയെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് യാത്ര ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. യാത്ര റദ്ദാക്കുകയും യാത്ര ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് മന്ത്രി. എന്തായിരിക്കും അടുത്ത നീക്കമെന്നറിയില്ല. എന്തായാലും അതിൻ്റെ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പോകാം. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. അതേസമയം കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാളെ രാവിലെ 8:30 കൊച്ചിയിലെത്തിക്കും. സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം വീടുകളിൽ എത്തിക്കാൻ 25 ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൊച്ചിയിലേക്ക് എത്തും, രാവിലെ എത്തും. ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റു മന്ത്രിമാരൊക്കെ വിമാനത്താവളത്തിൽ ഉണ്ടാകുമെന്നാണ്, ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ മൃതദേഹം കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഔദ്യോഗികമായി സർക്കാരിനെ, നോർക്കയെ അറിയിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാവുകയും ചെയ്തു എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം അല്ലേ? വിജയകുമാർ, നാളെ രാവിലെ 8:30 ഈ വിമാനം തിരുവനന്തപുരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനും നോർക്കയ്ക്കും ഇപ്പോൾ ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നാണ് ഈ അറിയിപ്പ്
ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നേരത്തെ വിമാനം എത്തിയാൽ പോലും അത് ക്രമീകരിക്കാനുള്ള അല്ലെങ്കിൽ അത് സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ക്രമീകരണവും ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതിനോടകം തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായി സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയം മുൻപ് ഏതാണ്ട് 8:40 കൂടിയാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാജറാണി ട്രെയിനിൽ മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് തിരിച്ചത്. 2:30 മുഖ്യമന്ത്രി എത്തും. അല്പസമയത്തിനുള്ളിൽ മന്ത്രി പി രാജീവും അതേപോലെ തന്നെ കെ രാജനും ഉൾപ്പെടെയുള്ളവരും കൊച്ചിയിലേക്ക് തിരിക്കുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ബാക്കി സൗകര്യങ്ങൾ, അതായത് അവിടേക്ക് എത്തിയാൽ ആംബുലൻസിൽ മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള സൗകര്യങ്ങൾ അത് ഒരുക്കിയിട്ടുണ്ട്, ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ജില്ലകളിൽ അല്ലെങ്കിൽ ഈ മരിച്ചവരുടെ വീടുകളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നാളെ മുതൽ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് മന്ത്രിമാർ എത്താനുള്ള നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. മറ്റു മന്ത്രിമാരായിരിക്കും ഇവിടങ്ങളിലേക്ക് പോവുക. ഏതായാലും ഒരു തരത്തിലുള്ള കാലതാമസവും വിമാനത്താവളത്തിൽ ഉണ്ടാകരുത് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. വിജയകുമാർ, ഇക്കാര്യം നോർക്ക അതിൻ്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഷഫീദ് സൂചിപ്പിച്ചതുപോലെ 25 ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഈ മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. രാവിലെ 8:30 അതല്ലേ ഷഫീദ്, അതല്ലേ സൂചിപ്പിച്ചത്? രാവിലെ 8:30യോടുകൂടി ഈ വിമാനം നെടുമ്പാശ്ശേരിയിൽ എത്തും എന്നാണ് ഇപ്പോൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്, അല്ലേ? വിജയകുമാർ, നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്, നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു വിവരമാണ്. അതായത് 8:30 വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും. അവിടെ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചേർന്നായിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങുക. പിന്നീട് ഒരു മിനിറ്റ് പോലും താമസിക്കാത്ത തരത്തിലേക്ക് ആംബുലൻസുകളിൽ അതാത് നാടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള സൗകര്യവും ക്രമീകരണവുമാണ് ഒരുക്കിയിട്ടുള്ളത്. ആ നാടുകളിൽ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ മന്ത്രിമാരുണ്ടാകും, ചിലയിടത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാകും, പ്രാദേശിക ജനപ്രതിനിധികൾ ഉണ്ടാകും. അങ്ങനെയുള്ള ക്രമീകരണം കൂടി ഒരുക്കണമെന്ന കർശനമായ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. വിജയകുമാർ, ശരി ഷഫീദ്, അക്കാര്യത്തിൽ ക്രമീകരണങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. വീണ ജോർജ് ആരോഗ്യമന്ത്രി അല്പസമയത്തിനകം വിമാനത്താവളത്തിന് പുറത്ത് മാധ്യമങ്ങളെ കാണും എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കുവൈറ്റിലെ വിവരങ്ങളുമായി അരുൺ പാറാട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, അവിടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി നേരത്തെ തന്നെ എത്തിയിരുന്നു, രാവിലെ തന്നെ എത്തിയിരുന്നു. അപ്പോൾ ഈ യാത്രയ്ക്ക് ഇപ്പോൾ ഒരു പ്രത്യേക വ്യോമസേന വിമാനം ഇവിടെ നിന്ന് വൈകിട്ട് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിമാനത്തിലായിരിക്കുമോ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വിജയകുമാർ, മരണമടഞ്ഞ ആളുകളുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യോമസേനയുടെ പ്രത്യേക വിമാനം പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് കുവൈറ്റ് സമയം രാത്രി 8 മണിയോടുകൂടി തന്നെ ഈ ഒരു പ്രത്യേക വിമാനം കുവൈത്തിൽ എത്തും. ഇവിടെ നിന്ന് രാത്രി 1 മണിയോടെ മൃതദേഹങ്ങളുമായി വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും എംബാമിംഗ് നടപടികൾ ഫർവാനിൽ പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയായാൽ ഉടൻ വിമാനത്താവളത്തിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. എംബാമിംഗ് നടപടികൾ രാത്രി 10 മണിയോടുകൂടി പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആണ് കുവൈത്തിൽ ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ വേഗത്തിലാക്കാനുള്ള ഏകോപനം നടത്തുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ഇനിയുള്ള ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള ഏകോപനങ്ങൾക്ക് മന്ത്രിയുടെ നേതൃത്വം നൽകുകയാണ്. ഇന്ന് ഉച്ചയോടെയാണ് മന്ത്രി കുവൈറ്റിലെത്തിയത്. അദ്ദേഹം കുവൈറ്റിലെത്തിയ ഉടൻ തന്നെ പരിക്കേറ്റ ഇന്ത്യക്കാരെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദുരന്തത്തിൽ പരിക്കേറ്റവരെ കുവൈറ്റ് മന്ത്രിമാരും സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് ആശുപത്രിയിൽ എത്തി പരിക്കേറ്റ ആളുകളെ കണ്ടത്. ഇവർക്ക് മികച്ച പരിചരണം നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പരിക്കേറ്റവരിൽ പലരും ഇപ്പോൾ സുഖം പ്രാപിച്ചു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നുള്ള ആശ്വാസ വാർത്തകളും ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നിരവധി ആളുകൾ ICU ഉണ്ടായിരുന്നു. ഈ ICUവിലുള്ള ഭൂരിഭാഗം ആളുകളും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അടിയന്തര ശസ്ത്രക്രിയ വേണ്ടവരുണ്ടായിരുന്നു, അത് പൂർത്തിയായിട്ടുണ്ട് എന്നും കുവൈറ്റ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മൃതദേഹങ്ങൾ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അപകടവുമായി ബന്ധപ്പെട്ട് 49 ആളുകളാണ് മരിച്ചതിൽ 46 പേരും ഇന്ത്യക്കാരാണ്. 23 പേരാണ് ഇതിൽ മലയാളികളായിട്ട് ഉള്ളത്. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറും കുവൈറ്റിലെ വിവരങ്ങൾ അരുൺ പാറാട്ടുമാണ് നൽകിയത്. ഈ മൃതദേഹങ്ങൾ അവിടെ നിന്ന് കുവൈറ്റിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിക്കും.
നെടുമ്പാശ്ശേരിയിൽ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടാകും. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ ഈ സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യും. 25 ആംബുലൻസുകളാണ് വിമാനത്താവളത്തിൽ നിന്ന് വിവിധ ജില്ലകളിലേക്ക് പോകാൻ വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. രാവിലെ 8:30 ശേഷമാണ് വിമാനം എത്തുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വ്യോമസേനയുടെ ഒരു പ്രത്യേക വിമാനം കുവൈറ്റ് സമയം രാത്രി 8 മണിക്ക് കുവൈറ്റിലെത്തും. അതിലായിരിക്കും മൃതദേഹം ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 45 ഇതിൽ 23 പേരും മലയാളികളാണ്. 9 പേർ ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിലുണ്ട്. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കുവൈറ്റിലെ മംഗഫിലെ തൊഴിലാളി ക്യാമ്പിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. 45 ഇന്ത്യക്കാർ മരിച്ചു. 23 പേർ മലയാളികളെന്ന് സ്ഥിരീകരണം. തിരിച്ചറിയാനുള്ള 3 പേരിൽ 2 പേർ കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് സംശയിക്കുന്നതായി നോർക്ക സിഇഒ അജിത് കൊളാശ്ശേരി പറഞ്ഞു. 3 പേരെ തിരിച്ചറിയാനുണ്ടെന്നും അതിൽ 2 പേര് കേരളത്തിൽ നിന്നുള്ളവരാണെന്നും ആണ്. പരുക്കേറ്റ 9 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഫ്ളാറ്റിൽ തീ പടർന്നതെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കണ്ണൂർ ഇരിട്ടി സ്വദേശി നൌഫൽ 24നോട്. ഉറങ്ങുമായിരുന്നു. ഉറക്കത്തൊരു 4:30 മണിക്ക് ഉച്ചക്ക് 4 മണിക്ക് അന്നപോലെ തന്നെ അന്നേരം പുകയാ വരുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല. കുവൈറ്റിൽ എത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച മലയാളികളുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം നൽകും. പരുക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. വ്യവസായികളായ MA യൂസഫ് അലി, രവി പിള്ള എന്നിവരും സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ ധനസഹായവും ആശ്രിതർക്ക് ജോലിയും നൽകുമെന്ന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ മാനേജ്മെന്റ് വ്യക്തമാക്കി. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ന്യൂസ് ഡെസ്ക് 24. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 6 പേർക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. ഉറ്റവരുടെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷമത്തിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്. 20 വർഷത്തിലധികമായി വിദേശത്ത്. കഴിഞ്ഞ ഡിസംബറിൽ സജു വീട്ടിലെത്തിയിരുന്നു. മൂത്ത മകൾ ബിരുദത്തിനും ഇളയ മകൾ +2-നും പഠിക്കുന്നു. സജുവിന്റെ ഭാര്യയും 2 പെൺമക്കളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സങ്കടത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. പത്തനംതിട്ടക്കാർ തന്നെയാണ്. പിന്നെ കൂടുതലും മലയാളികളുള്ള ഒരു കമ്പനിയാണ്. ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ഉള്ളത്. കാര്യം കൂടെ ജോലി ചെയ്ത ഒരു ഉറ്റ സുഹൃത്തുക്കളായ ആൾക്കാരാണ് ഇപ്പോൾ ഈ വേർപാട് നടന്നിട്ടുള്ളത്. അതുപോലെ കാസർഗോഡുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഉറ്റ സുഹൃത്ത് തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഞെട്ടലിലും കാര്യങ്ങളിലുമാണ് ഇപ്പോൾ ഉള്ളത്. വിവാഹത്തിനായി ഓഗസ്റ്റിൽ നാട്ടിലെത്താനിരിക്കവെയാണ് പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ നായരുടെ ആകസ്മിക വിയോഗം. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. സഹോദരി വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ താമസം. കുടുംബത്തിന്റെ ഏക ആശ്രയവും 32-കാരനായ ഈ ചെറുപ്പക്കാരൻ. 8 വർഷമായി ആകാശ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. 1.5 വർഷം മുമ്പാണ് അവസാനമായി നാട്ടിലെത്തിയത്. മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ ആകാശിന്റെ വീട് സന്ദർശിച്ചു. ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ കോൺടാക്ട് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാഴമുട്ടം സ്വദേശി PV മുരളീധരന്റെ മരണം എങ്ങനെ ഭാര്യയും മക്കളെയും അറിയിക്കുമെന്ന വിഷമത്തിലാണ് ബന്ധുക്കൾ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എപ്പോഴും വിളിക്കുന്നതാണ്. ഇന്നലത്തെ ദിവസം വിളിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോഴെല്ലാം ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും റിങ് ചെയ്യുന്നുണ്ട്. തിരിച്ച് പോകുന്നില്ല എന്നുള്ളൊരിതിൽ വന്ന് അത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന വർക്കിന്റെ കുറച്ചെന്തോ തീരാനുണ്ട്. അവിടുന്ന് പിന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 22 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു മുരളീധരൻ. ഒരു മകനും മകളുമാണ് മുരളീധരനുള്ളത്. അച്ഛന്റെ മരണവിവരം അറിഞ്ഞ് പഞ്ചാബിൽ പഠിക്കുന്ന മകൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവല്ല മേപ്രാൽ സ്വദേശി 37 വയസ്സുള്ള തോമസ് ഉമ്മനും കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായി. നിരണം സ്വദേശി മാത്യു തോമസും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ചെങ്ങന്നൂർ പാണ്ടനാടാണ് മാത്യു തോമസ് ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത്. കോഴഞ്ചേരി കീഴ്വായ്പൂർ സ്വദേശി 32 വയസ്സുള്ള സിബിൻ ടി എബ്രഹാമും മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. 24 പത്തനംതിട്ട.
ഈ ഓണത്തിന് നാട്ടിൽ വരാമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുകയായിരുന്നു പന്തളം സ്വദേശി ആകാശ്. പക്ഷേ കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ പടർന്ന തീ ആ ജീവനും എടുത്തു. മകന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കവെയാണ് ദുരന്ത വാർത്ത ആ കുടുംബത്തെ തേടിയെത്തിയത്. വീടിന്റെ താങ്ങും തണലുമായിരുന്നു 32-കാരനായ ആകാശ്. അച്ഛന്റെ മരണശേഷം ചെറുപ്പം മുതലേ അമ്മയുടെ പരിചരണത്തിൽ വളർന്ന ആകാശ് സ്വന്തം കാലിൽ നിന്നതോടെയാണ് കുടുംബത്തിന് ആശ്വാസമായത്. 8 വർഷമായി വിദേശത്ത് ജോലി നോക്കുന്ന ആകാശ് അഗ്നിബാധയുണ്ടായ കമ്പനിയുടെ സ്റ്റോർ ഇൻചാർജ് ആയിരുന്നു. 1.5 വർഷം മുമ്പ് നാട്ടിലെത്തി മടങ്ങി. 3 മാസത്തെ ശമ്പള കുടിശ്ശിക കിട്ടാനുണ്ടെന്ന ദുരന്തത്തിന്റെ തലേന്നും വീട്ടുകാരോട് പറഞ്ഞിരുന്നു. അതും വാങ്ങി ഓണത്തിന് വരാമെന്നേറ്റതാണ്. ഓണത്തോടുകൂടി വരുമെന്ന് പറഞ്ഞു. അമ്മ മാത്രമാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവങ്ങൾ വെളിയിലും അല്ലായിരുന്നു. ഇനിയിപ്പോൾ അവരെ ഒറ്റപ്പെട്ടു പോയി, അവർക്ക് കാര്യമില്ലാതായി. അടുത്ത ലീവിന് വരുമ്പോൾ വിവാഹമെന്ന ആഗ്രഹവും ആകാശ് സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്നു. ആകാശിന് ഇല്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ നാടിനും വീടിനുമായിട്ടില്ല. അജീഷ് ജയകുമാർ, 24 പത്തനംതിട്ട. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 3 പേർ കൊല്ലം ജില്ലക്കാരാണ്. ശൂരനാട് സ്വദേശി ഷമീർ, ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസ്, പുനലൂർ സ്വദേശി സാജൻ ജോർജാണ് എന്നിവരാണ് മരിച്ചത്. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലം ജില്ലക്കാരായ 3 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. ശൂരനാട് വയ്യാങ്കര സ്വദേശി ഷമീറിന്റെ മരണവിവരമാണ് ആദ്യം അറിയുന്നത്. 6 വർഷമായി കുവൈറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഷമീർ 9 മാസം മുമ്പാണ് അവസാനമായി നാട്ടിൽ വന്നത്. കല്യാണം കഴിഞ്ഞതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കുള്ള യാത്ര. വിദേശത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ വരാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഷമീറിനെ തേടി ദുരന്തമെത്തിയത്. കൊല്ലം ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസ് മരിച്ചെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ഇതുവരെ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. 18 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ലൂക്കോസ് മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കെയാണ് അപകടത്തിൽ ജീവൻ നഷ്ടമാവുന്നത്. വൈകിട്ട് ബാംഗ്ലൂരിലൊരു ടെസ്റ്റിന് അമ്മയും മോളും കൂടെ പോകാനായിട്ട് ബസ്സിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. എനിക്കും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ശ്രീ ജീവൻ ബാബു IAS ഞങ്ങളെ രണ്ടുപേരെയുമാണ് സർക്കാർ ഔദ്യോഗികമായി അയക്കുന്നതിന് തീരുമാനിച്ചത്. സർക്കാരിൻ്റെ പ്രതിനിധിയായി എന്നെ അയക്കുന്നു എന്നുള്ള സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള അനുമതി തേടി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ യാത്രാനുമതി കേന്ദ്രം നൽകിയില്ല. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ അതുപോലെ ഡൽഹി റെസിഡന്റ് കമ്മീഷണറും ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം ഓരോ ടേബിളിൽ നിന്നും മൂവ് ചെയ്യിപ്പിച്ച് അവസാനം ഫൈനൽ ഡിസിഷൻ എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ അത് നൽകപ്പെടാത്ത സാഹചര്യമാണ് ഉള്ളത്. അവസാന നിമിഷം വരെ ആ അനുമതിക്ക് വേണ്ടി കാത്തു. അപ്പോൾ ഇവിടേക്കുള്ള യാത്രയിലും ഇത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഡൽഹിയിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റെസിഡന്റ് കമ്മീഷണർ മന്ത്രാലയവുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി കേന്ദ്രവുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം എങ്കിലും നമുക്ക് ആ അനുമതി ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ ഏറ്റവും അധികം മരണപ്പെട്ടത് നമ്മുടെ ആളുകളാണ്, മലയാളികളാണ്. തീർച്ചയായിട്ടും 49 ഇന്ത്യക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഓരോ മരണവും വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ ഏറ്റവും അധികം കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങളാണ് മരണപ്പെട്ടത്. അവിടെ വിവിധ ആശുപത്രികളിൽ 3-4 ആശുപത്രികളിലായി അനേകം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളവരുണ്ട്. അവരുടെ കുടുംബങ്ങളൊന്നും അവർക്കൊപ്പം ഇല്ല. അപ്പോൾ ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത്, മരണങ്ങളുടെ മുൻപിൽ, ദുഃഖത്തിൻ്റെ മുന്നിൽ, കണ്ണീരിൻ്റെ മുന്നിൽ കേരളത്തോട് ഇങ്ങനെയൊരു സമീപനം കേന്ദ്രം സ്വീകരിച്ചത് അത് തെറ്റായൊരു കാര്യമാണ്. അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ഒരു കാര്യം പറയാനായിട്ടുണ്ട്. ഇപ്പോൾ അവരുമായിട്ട് നിരന്തരമായിട്ട്, നമ്മുടെ ആളുകളുമായിട്ട് നിരന്തരമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടത് ഇതാണ്. ഈ 49 പേർ മരിച്ചതിൽ 23 പേരുടെ മലയാളികളായിട്ടുള്ളവരെ ഡിക്ലെയർ ചെയ്തു ഒഫീഷ്യലി. ഒരാൾ കൂടി മലയാളിയാണ് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഔദ്യോഗികമായിട്ട് നടത്തിയിട്ടില്ല. അപ്പോൾ ഈ ആശുപത്രികളിൽ ഉള്ളവരെ പോയി കാണുന്നതിനും അവർക്കൊപ്പം നിൽക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് അവിടെ നിന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ ഉള്ള മൃതദേഹങ്ങൾ കൂടാതെ
1-2 മൃതദേഹങ്ങൾ കൂടി ഇനി കൊടുത്തുവിടാനുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ നമ്മുടെ ആളുകൾ അവിടെ പ്രയാസപ്പെടുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയേണ്ടതായിട്ടുണ്ടായിരുന്നു കേന്ദ്രത്തിന്. കാരണം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ദൂരെ മറ്റൊരു രാജ്യത്ത് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ അവരുടെ വേദനയിൽ ഒരു സർക്കാർ ഒപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ പ്രതിനിധിയെ അയക്കാൻ തീരുമാനിച്ചത്. അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ഏതായാലും ഒരു കാര്യം ഉണ്ട്, അത് എന്തൊക്കെ വന്നാലും ഈ ആളുകളെ, ഈ കുടുംബങ്ങളെ, നമ്മുടെ ഈ സഹോദരങ്ങളെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിക്കും. സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ ഏറ്റവും അവസാനം അവിടേക്ക് ചെല്ലുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ആളുകൾ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്നുള്ള വിവരങ്ങൾ ഓരോ നിമിഷവും എന്നുള്ള നിലയിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ ഒരു ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും മുഖത്ത് ഈ ഒരു നിലപാട്, ഒരു കേരളത്തോട് ഇങ്ങനൊരു സമീപനം, അത് വളരെ വളരെ നിർഭാഗ്യകരമായി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് തെറ്റായ നിലപാട് തന്നെയാണ്. നമ്മുടെ ഈ ആളുകളെ, നമ്മുടെ സഹോദരങ്ങളെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിക്കും. സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയല്ലേ? കാരണം ഒരു സംസ്ഥാന മന്ത്രി, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ വെച്ച പോലെ കേരളത്തിൽ നിന്നും 23 പേർ മരിച്ച ഒരു സംഭവത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധി ഇല്ലെന്നത് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം അസഹിഷ്ണുതയുണ്ടോ കേരളത്തോട്? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. കാരണം ഒരു സ്റ്റേറ്റിലെ ഒരു മിനിസ്റ്റർ സർക്കാരിനെ റെപ്രസെന്റ് ചെയ്ത് അവിടേക്ക് പോവുകയാണ്. അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ടല്ലോ. നമ്മുടെ ആളുകളാണ് ആ മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഏറ്റവും അധികം നമ്മുടെ ആളുകളാണ് ഉള്ളത്. അതോടൊപ്പം അവിടെ ചികിത്സയിൽ കഴിയുന്ന, വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും നമ്മുടെ ആളുകളാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയെ അവിടേക്ക് അയച്ചുകൊണ്ട് അവർക്കൊപ്പം അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്നെ അവിടേക്ക് അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദുരന്തത്തിന്റെ, ദുഃഖത്തിന്റെ മുഖത്ത് ഇത്തരത്തിലുള്ളൊരു നിലപാട്, അത് ഒരു കാരണവശാലും അത് ഉണ്ടാകാൻ പാടില്ലാത്ത നിലപാടാണ്. അത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. കാരണം നമ്മുടെ ഒരു സ്റ്റേറ്റ് തന്നെ എത്രയോ 23 കുടുംബങ്ങൾ ഇന്ന് ഓരോ വീട്ടിലും കടന്നു ചെല്ലുമ്പോൾ ഹൃദയഭേദകമായിട്ടുള്ള, അത്യന്തം ഹൃദയഭേദകമായിട്ടുള്ള, തകർന്നു പോകുന്ന ഒരു അനുഭവമാണുള്ളത്. കാരണം ഒരു ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മക്കളില്ലാതെയാകുന്ന സാഹചര്യം, സഹോദരങ്ങളില്ലാതെയാകുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഭർത്താവില്ലാതെയാകുന്ന സാഹചര്യം, എന്ത് വേദനാജനകമാണത്. നമ്മൾ സ്റ്റേറ്റ് മറ്റൊന്നും ചോദിച്ചില്ലല്ലോ. നമ്മൾ ചോദിച്ചത് ഈ ആളുകൾക്കൊപ്പം നിൽക്കുന്നതിന് വേണ്ടി, അവിടെ പോകുന്നതിന് വേണ്ടി നമ്മുടെ ആളുകൾ അവിടെ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. ഈ ദുഃഖത്തിൽ അവർക്കൊപ്പം നിൽക്കുന്നതിനും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു അനുമതിയാണ് നമ്മൾ ചോദിച്ചത്. ആ അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യവും പറഞ്ഞില്ല എന്നുള്ളതാണ് അതിലേറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. കേട്ടില്ല. അതെ, കാരണം ഞാൻ ഇങ്ങോട്ട് ഉള്ള യാത്രയിൽ നിരന്തരമായിട്ട് ചീഫ് സെക്രട്ടറിയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കേന്ദ്രവുമായിട്ട് ആശയവിനിമയം, കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയുമായി സംസാരിച്ച് ഇതിന് അനുമതിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം ഇവിടെ നമ്മുടെ ചെക്ക് ഇൻ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുവരെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലോ ആണ് നിന്നത് വാസ്തവത്തിൽ. അപ്പോൾ അത് കിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു. അനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്നത്തെ യാത്ര റദ്ദാക്കിയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൃതദേഹങ്ങൾ ഇവിടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ ഉള്ളവരാണ് ഈ വിവരങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രാദേശിക സമയം ഒരു 12-ന് ശേഷം 1 മണിയോടടുപ്പിച്ച് അവിടെ നിന്ന് പുറപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 23 പേർ ഐഡന്റിഫൈ ചെയ്തു. ഒരാൾ തമിഴിനാണ് എന്നുള്ളത് പറയുന്നു, ഒരാൾ മലയാളിയാണ്. പക്ഷേ ഐഡന്റിഫിക്കേഷൻ ഔദ്യോഗികമായിട്ട് നടന്നിട്ടില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് വിമാനത്താവളത്തിന് പുറത്ത് മാധ്യമങ്ങളെ കണ്ടത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വീണ ജോർജിൻ്റെ
കുവൈറ്റ് യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകിയിട്ടില്ല. ഈ ഘട്ടത്തിൽ ഒരു ദുരന്ത മുഖത്ത് ഇത്തരം ഒരു സമീപനം കേന്ദ്രം സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ഒരു യാത്രാ അനുമതി മാത്രമാണ് കേരളം ആവശ്യപ്പെട്ടത്. അവിടെയുള്ള മലയാളികളെ, ദുരന്തത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ, അവരുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി പോകാൻ മന്ത്രിസഭയാണ്, സർക്കാരിൻ്റെ പ്രതിനിധിയായാണ് ചുമതലപ്പെടുത്തിയത്. ആ യാത്രയാണ് കേന്ദ്രം വിലക്കിയത്. അതിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നു എന്നാണ് വീണ ജോർജ് പറഞ്ഞത്. ഇപ്പോൾ നോർക്ക CEO മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം നാളെ ഈ കുവൈറ്റിൽ നിന്ന് മൃതദേഹം എത്തുന്നതിൻ്റെ വിവരങ്ങൾ അറിയിക്കുകയാണ്. 23 പേരുടെ മൃതദേഹമാണ് നാളെ നെടുമ്പാശ്ശേരിയിൽ എത്തുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിലുണ്ടാകും. അവിടെ നിന്ന് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടർമാർ അതത് ജില്ലകളിൽ ഈ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കും. 8:30 ഈ പ്രത്യേക വിമാനം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഏത് വിമാനമാണ് എന്നതിൽ ഒരു കൃത്യമായ വിവരം നോർക്കയിൽ എത്തിച്ചിട്ടില്ല. അതുപോലെ 2 മലയാളികളുടെ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി നോർക്ക CEO പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടായിരുന്നു. മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് കൂടിക്കാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ ഇറ്റലിയിലേക്ക് തിരിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, ഈ മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം അടുത്ത വർഷം ഉണ്ടാകുമെന്ന ചില അനൗദ്യോഗിക വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയും മാർപ്പാപ്പയുമായി നാളെ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രാധാന്യം കൂടുതലുണ്ടല്ലോ അല്ലേ? തീർച്ചയായും വിജയകുമാർ, അത്തരത്തിൽ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നേരത്തെ തന്നെ. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സമയക്രമം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചിലപ്പോൾ നാളെ നടക്കുന്ന യോഗത്തിൽ ഈ കൂടിക്കാഴ്ചയിൽ തീരുമാനമുണ്ടായേക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാർപ്പാപ്പയും തമ്മിൽ ഈ ഇറ്റലിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നത്. G7 ഉച്ചകോടിക്ക് പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി ഇറ്റലിയിൽ എത്തുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച കൂടി മാർപ്പാപ്പയുമായി നടത്തുന്നത്. മറ്റ് പല രാഷ്ട്ര തലവന്മാരുമായും മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുന്ന കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പ്രധാനമന്ത്രി തന്റെ 3ാം തവണയും ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് ഇപ്പോൾ ഇറ്റലിയിലേക്ക് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇപ്പോൾ ഇന്ന് വൈകിട്ട് അദ്ദേഹം യാത്ര തിരിച്ചിരിക്കുന്നത്. അഡ്വാൻസ് എക്കണോമികളുടെ വാർഷിക ഉച്ചകോടിയാണ് ഇറ്റലിയിൽ നടക്കുന്നത്. 3 ദിവസത്തെ യോഗത്തിൽ 2 ദിവസമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുക. മറ്റ് നിരവധി രാഷ്ട്ര തലവന്മാരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുമായുള്ള പ്രത്യേക കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ ഇതിനിടെ ഉണ്ടായേക്കുമെന്ന സൂചനകൾ ഉണ്ട്. പ്രധാനമന്ത്രിയെ കൂടാതെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരും പ്രധാനമന്ത്രിയോടൊപ്പമുള്ള സംഘത്തിലുണ്ട്. വിജയകുമാർ. ശരി ബൽറാം, വളരെ പ്രധാനപ്പെട്ട നയതന്ത്ര ചർച്ചകളാണ് ഇറ്റലിയിൽ നടക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തുമെന്നതാണ്. നാളെയാണ് ആ കൂടിക്കാഴ്ച നടത്തുന്നത്. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ തീയതി ഒരുപക്ഷേ നാളത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന സൂചനയും ശക്തമാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വോട്ടെണ്ണൽ ദിനം കൂടുതൽ മലയാളി പ്രേക്ഷകർ കണ്ടത് 24. ടെലിവിഷൻ പ്രേക്ഷക പട്ടിക തയ്യാറാക്കുന്ന ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലിന്റെ ഡേറ്റ പ്രകാരം വോട്ടെണ്ണൽ ദിനമായ ജൂൺ 4-ന് 24ന്റെ പടയോട്ടമായിരുന്നു. ഗുഡ് മോർണിംഗ്, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂടിക്കിടക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഫ്ലോറിലേക്ക് എൻ്റർ ആവാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, അടുത്ത 5 കൊല്ലം ആര് ഇന്ത്യ ഭരിക്കും എന്ന് തീരുമാനിക്കാൻ പോകുന്ന നിർണായക ദിവസമാണെന്ന്. ഈ വോട്ടെണ്ണൽ ദിനത്തിൽ മുഴുവൻ പ്രേക്ഷകരുടെയും പിൻബലത്തോടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. ഹലോ, വോട്ടെണ്ണൽ തുടങ്ങും മുൻപേ രാവിലെ 5-ന് പ്രേക്ഷകരുടെ എണ്ണത്തിൽ 24 ആധികാരിക മുന്നേറ്റം തുടങ്ങി. നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല കടുത്ത ഭാഷയിൽ എഴുതി തുടങ്ങി. സന്തോഷ് കുമാർ പറയാണ്, രാവിലെ മുതൽ ഫലം അറിഞ്ഞു തുടങ്ങും, ഉച്ചയോടെ ഫലം പൂർത്തിയാകും, നാളെ മുതൽ അതിന്റെ ഫലം അനുഭവിച്ചു തുടങ്ങും. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ സ്ഥാനാർത്ഥികളുടെ ലീഡിനൊപ്പം 24ന്റെ ലീഡും ഉയർന്നു. പ്രേക്ഷക പ്രീതിയിൽ 24 മുന്നിൽ ഇപ്പൊ തന്നെ 5,30,000 ആളുകൾ യൂട്യൂബിൽ നമ്മുടെ 24 കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്ദി വരേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥികൾ മുന്നിലും പിന്നിലുമാകുമ്പോഴൊക്കെ ആദ്യം അറിയിച്ചത് 24. വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
പിന്നിലാണ് എന്ന വാർത്ത വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാലത്തും അദ്ദേഹം ഈ മണ്ഡലത്തിൽ പിന്നിൽ പോയിട്ടില്ല. വോട്ടെണ്ണൽ ദിനത്തിൽ ഉടനീളം 24 പ്രേക്ഷകരുടെ എണ്ണത്തിൽ മുന്നിലായിരുന്നു. ജൂലൈ 4 ബാർക്ക് റോൾ ഡേറ്റ ആഴ്ച 23 വിവരം വന്നപ്പോൾ തകർപ്പൻ ഭൂരിപക്ഷവുമായി 24 ആധികാരിക ജയം ആവർത്തിച്ചു. 24 ദി റിയൽ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന അടിവരയിട്ട പ്രേക്ഷക പിന്തുണ. 24-നൊപ്പം നിന്ന് പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. അതെ, ഇലക്ഷൻ ഇസ് ഈക്വൽ ടു 24. ന്യൂസ് ഡെസ്ക് 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.